വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം. ഞാൻ പണ്ടെന്നോ വായിച്ചു തീർത്തൊരു പുസ്തകമാണ്. അപൂർവമായി മാത്രം തുറക്കാറുള്ള സ്കൂൾ ലൈബ്രറിയിലെ അലമാരയിൽ ഒരു മൂലയിൽ നിന്നും എന്നെ കൊതിപ്പിച്ച് തല നീട്ടി പുറത്തു വന്ന പുസ്തകം. കോഴിക്കോട് ജില്ലയിലെ ഗവൺമെൻറ് മാപ്പിള UP സ്കൂൾ ഇന്ന് നമ്മുടെ മുൻപിലെത്തുന്നത് വായിച്ചാലും വായിച്ചാലും തീരാത്ത ഒത്തിരി പുസ്തകങ്ങളുടെ ഒരു വലിയ പുസ്തക കലവറ തന്നെ കുട്ടികൾക്കായി തുറന്നുകൊടുത്തുകൊണ്ടാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കോഴിക്കോട് ജില്ലയിലെ ഗവൺമെൻറ് മാപ്പിള UP സ്കൂൾ ഇലേറ്റനെ. പരിചയപ്പെടുത്തുന്നതിനായി ഹെഡ് മാസ്റ്റർ ശ്രീ PS കറിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരിത വിദ്യാലയത്തിലേക്ക് സ്വാഗതം സർ. അപ്പോൾ സ്കൂളിൽ ഇന്ന് നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത്? ഞങ്ങൾ സ്കൂളിൽ ഇന്ന് വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായിട്ട് ഹരികൃഷ്ണൻ, നസ്മൽ അഹമ്മദ്, ദൃശ്യ P രാജ്, നിഹാല ജാസ്മിൻ, ആഷില, മറിയം ഷാദിയ, ഇത്രയും കുട്ടികളാണ് ഞങ്ങളുടെ പ്രതിനിധികളായിട്ട് വന്നിട്ടുള്ളത്. അധ്യാപകരുടെ പ്രതിനിധികളായിട്ട് സീനിയർ അസിസ്റ്റൻറ്റ് ശ്രീ അബ്ദുൽ ഷുക്കൂർ സാർ, പിന്നെ ഞങ്ങളുടെ പ്രോജക്റ്റ് കോർഡിനേറ്റർ, ഈ വർഷത്തെ പ്രോജക്റ്റ് കോർഡിനേറ്റർ സലീം സാർ, ഞങ്ങളുടെ സയൻസ് ക്ലബ്ബ് കോർഡിനേറ്റർ ശ്രീ VK മുഹമ്മദ് അലി സാർ, ഞങ്ങളുടെ ജാഗ്രതാ സമിതി കൺവീനറും കൗൺസിലറുമായ ശ്രീമതി P സൈനബ, കൂടാതെ ഞങ്ങളുടെ PTA പ്രസിഡന്റ് ശ്രീ P സുധാകരൻ എന്നിവരാണ് വന്നിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഈ സ്കൂളിൻ്റെ വീഡിയോ പ്രൊഫൈൽ ഒന്ന് കാണാം. കോഴിക്കോട് പട്ടണത്തിൽ നിന്നും മാറി 30 കിലോമീറ്റർ അകലെ കിഴക്കൻ മലയോര മേഖലയായ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ എളിയേറ്റിൽ മാപ്പിള UP സ്കൂളിലാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എളിയേറ്റിൽ വട്ടോളിയിലെ പ്രമുഖ തറവാടായ അണ്ടിക്കുണ്ടിൽ തറവാട്ടിലാണ് ഈ സ്കൂളിന്റെ ആരംഭം. ഇടത്തരം കർഷകരും മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങളും ഇടകലർന്നാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. 956ഓളം കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അതിൽ 70% മുസ്ലിം കുട്ടികളാണ്. അടുത്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇനി നിങ്ങളും നമ്മുടെ ജൂറി പാനലുമായിട്ടുള്ള ആശയവിനിമയമാണ്. ആദ്യമായിട്ട് RVG സർ, ഞാൻ കുട്ടികളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ സാധ്യ എത്ര പുസ്തകങ്ങൾ കഴിഞ്ഞ ഈ വർഷം എത്ര പുസ്തകങ്ങൾ മോള് വായിച്ചു? അതിൽ എങ്ങനെയാണ് പുസ്തകങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുതരികയാണോ എല്ലാവർക്കും, അതോ അവിടെ പോയി എടുക്കണോ? ക്ലാസ്സിൽ ലൈബ്രറിയന് പോയി എടുത്ത് കൊണ്ടുവരും. അല്ലാതെ ഫ്രീ ടൈമിൽ ഞങ്ങൾ പോയി അവിടെ റെഫറൻസ് ലൈബ്രറി പോയി വായിക്കാറുണ്ട്. ഈ ലൈബ്രറി എന്ന് പറഞ്ഞൊരു കുട്ടിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ ക്ലാസ് ലൈബ്രറിയനായിട്ട്? ഓരോ ക്ലാസ്സിലും ഓരോ ലൈബ്രറിയൻ ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് ആ കുട്ടി എത്ര പുസ്തകം ക്ലാസ്സിൽ കൊണ്ടുവരും? ഓരോ കുട്ടിക്കും ഓരോ പുസ്തകം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുമോ? ഓരോ കുട്ടിക്കും ഓരോ പുസ്തകം എന്ന രീതിയിൽ കുറച്ച് അധികവും കൊണ്ടുവരും. എന്നിട്ട് ആരൊക്കെ ഏതൊക്കെയാണ് പുസ്തകം കൊണ്ടുവരുന്നത് എഴുതി വെക്കുമോ? എന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കണം? ഞങ്ങളെ ക്ലാസ്സിൽ സാധാരണ രീതിയിൽ ചൊവ്വാഴ്ചയാണ് പുസ്തകം മാറ്റാറ്. വരുന്ന ചൊവ്വാഴ്ച അവർ ആ പുസ്തകം തിരികെ നൽകണം. അടുത്ത ചൊവ്വാഴ്ച ഒരാഴ്ച കൊണ്ട് മുഴുവൻ വായിക്കണം അല്ലേ? എന്നിട്ട് വേറെ പുസ്തകം എടുക്കും ആണോ? ഒരു തിരിച്ചു കൊടുത്തിട്ട് പിന്നെ പുതിയ പുസ്തകം എടുക്കുമോ ഓരോ കുട്ടിയും? അങ്ങനെ മാറി മാറി എടുക്കും. അങ്ങനെ എത്ര പുസ്തകം ഈ വർഷം വായിച്ചു മോളെ? ഞാൻ 20 പുസ്തകം വായിച്ചു. ഈ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയാണോ ഇംഗ്ലീഷ് മീഡിയം കൂടി തുടങ്ങിയത്? അപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ അല്ലാതെ തന്നെ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്. അതെ, അത് ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ബോധ്യപ്പെടുത്താൻ ഈ വർഷം സ്റ്റേറ്റ് മോണിറ്ററിംഗ് ടീം ഇംഗ്ലീഷ് ബോധന രീതി കാണുന്നതിനായി തിരഞ്ഞെടുത്തത് ഇളയറ്റിൽ GM UP സ്കൂളാണ്. അത് ശരി, കൊള്ളാം. അവർ വന്ന് പത്തനംതിട്ട ജില്ലാ പ്രോഗ്രാം ഓഫീസർ, മലപ്പുറം ജില്ലാ പ്രോഗ്രാം ഓഫീസർ. ശരി, അത് അവരുടെ കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ടോ ഇംഗ്ലീഷ്? ആത്മവിശ്വാസമുണ്ട്. കയ്യെഴുത്ത് മാഗസിനുകൾ അതുപോലുള്ള കാര്യങ്ങൾ കുട്ടികൾ തയ്യാറാക്കുന്ന രൂപത്തിലേക്ക് അവർ
അപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് മീഡിയം അവിടെ തുടങ്ങിയിട്ടുള്ളത്? 5, 6, 7 അഞ്ചാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് മീഡിയം. എന്നാലും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകണമെന്നാണ് കുട്ടികളുടെ ആഗ്രഹമാണോ രക്ഷകർത്താക്കളുടെ ആഗ്രഹമാണോ? ഒരു ഡിവിഷൻ മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയം ഉള്ളത്. ഒരു ഡിവിഷൻ മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയം. ബാക്കി ഇവിടെ വന്നിരിക്കുന്ന 6 കുട്ടികളിൽ ആരൊക്കെ, എത്ര പേരാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരെ കൈവക്കാമോ? പകുതി പേര് ഇംഗ്ലീഷ് മീഡിയത്തിൽ, പകുതി പേര് മലയാളം മീഡിയത്തിലാണ് അല്ലേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം മലയാളം മീഡിയംകാർക്കുണ്ടോ? ഉണ്ട്, ഉണ്ട്, കുറേയൊക്കെ ഉണ്ട് അല്ലേ? ഇവരെ കൂട്ടുകാരെ പോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഓരോ പോലെ പൂർണ്ണമായിട്ടില്ല, ഇല്ല. എന്നാലും ധൈര്യമുണ്ട് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ എങ്ങനെയൊക്കെയുണ്ട് ക്ലാസ്സിലെ പഠിപ്പിക്കൽ? നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടോ? നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ ഒരു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മൾ? 7th. ഒരു ക്ലാസ്സിൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ ഒക്കെ എങ്ങനെയാണ് എടുത്തു തരുന്നത് മാഷുമാർ? ഇപ്പോൾ ഒരു കവിത എടുക്കുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കഥ എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പറ, ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു കഥയോ ഏതെങ്കിലും ഒന്ന് പറ, ഇതിൻ്റെങ്കിലും ഒരു പേര്. ഒരുപാട് കഥകൾ എടുക്കാറുണ്ട്. ഞങ്ങൾ പാഠപുസ്തകത്തിലുള്ള കഥകൾ കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. എങ്ങനെയാണ് അത് എടുക്കുന്നത് മാഷ്? എങ്ങനെയാണ് രസകരമായിട്ട് തമാശയിലൂടെ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലാണ് എടുക്കാറുള്ളത് അല്ലേ? അതെങ്ങനെയായിരിക്കും അത്? ഒരു കവിത പഠിപ്പിക്കാന്ന് വിചാരിക്കുക, എങ്ങനെയാണത്? അത് ഞങ്ങൾ നിർബന്ധിച്ച് പഠിപ്പിക്കലൊന്നുമില്ല, നിർബന്ധിച്ച് പഠിപ്പിക്കാറില്ല. ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്, വേണമെങ്കിൽ പഠിക്കാം. പക്ഷേ നന്നായിട്ടാണ് എല്ലാം കൊണ്ടുപോകാറ്. നല്ല രീതിയിലാണ് ഞങ്ങളെ പഠിപ്പിക്കാറ്. മറിയം ഷാദിയ, വൃത്തമൊക്കെ പറഞ്ഞു തരാറുണ്ടോ മാഷ്? വൃത്തു അലങ്കാരമൊക്കെ പറഞ്ഞു തരാറുണ്ടോ? പറഞ്ഞു തരാറില്ലല്ലേ? പറഞ്ഞു തരാറുണ്ടെന്നോ ഇല്ലാന്നോ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ മാഷന്മാർ എന്താ വിചാരിക്കുക? പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുക? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? പറഞ്ഞു തരാറില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഉണ്ടോ? അതെങ്ങനെയാണ് പറഞ്ഞു തരാറ്? നമ്മളിപ്പോൾ ഒരു കവിത പഠിച്ച് നമ്മളൊരു താളത്തിൽ ഗണത്തിലൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഏത് വൃത്താണ് വരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്, അല്ലാതെ വൃത്തവും അലങ്കാരവും പറഞ്ഞു തരില്ല കേട്ടോ. അതാണ് കുട്ടിക്ക് മനസ്സിലാവാത്തത്. ആദ്യമായിട്ട് സ്കറിയ മാഷോടാണ് ചോദിക്കാനുള്ളത്. മാഷിൻ്റെ ഒരു സങ്കല്പത്തിൽ എന്താണ് ഒരു സ്കൂളിന് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ? സ്കൂളിൽ പ്രധാനമായിട്ടും ആവശ്യത്തിന് പൊടിയും വ്യത്യസ്തമൊന്നും ഇല്ലാത്ത ക്ലാസ് മുറികൾ, പിന്നെ ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആവശ്യമായ ക്ലാസ് റൂമുകൾ, സൗകര്യങ്ങൾ, ലാബറട്ടറി തുടങ്ങിയ സാധന സൗകര്യങ്ങൾ വേണം. അതൊക്കെയാണ് ഇപ്പോൾ അടിസ്ഥാനം. പിന്നെ അത്യാവശ്യം കുടിവെള്ളം, യൂറിനൽസ് സൗകര്യങ്ങളെല്ലാം വേണ്ടതുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അവഗണിക്കുന്ന ഒരു ഘടകം കുട്ടികളുടെ കായിക ശേഷി വികസനമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അത്യാവശ്യം വേണ്ട ഒരു ഗ്രൗണ്ടില്ല. ഗ്രൗണ്ടില്ല മാത്രമല്ല സ്റ്റാഫ് റൂം ഇല്ല എന്ന് എഴുതിയിരിക്കുന്നു. സ്റ്റാഫ് റൂമും HM റൂമും കൂടി ഒന്ന് തന്നെയുള്ളൂ ഞങ്ങൾക്ക്. കാരണം വളരെ കുറച്ച് 25 റൂമുകളേ ഉള്ളൂ. അതിൽ 22 റൂമിലും ക്ലാസ് നടക്കുന്നുണ്ട്. പിന്നെ മറ്റു റൂം ഒരു HM റൂമും ബാക്കി 2 റൂമിൽ ഒന്ന് ലാബും ഒന്ന് ലൈബ്രറി ആയിട്ട് പ്രവർത്തിക്കും. ഈ നേരത്തെ പറഞ്ഞ മാഷ് തന്നെ പറഞ്ഞ ലിസ്റ്റ് ചെയ്ത അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ സ്കൂളിലുണ്ടോ? ഡസ്റ്റ് ഫ്രീ ക്ലാസ് റൂം? 3 ക്ലാസ് റൂം ഡസ്റ്റ് ഫ്രീ ആണ്. തികച്ചും ടൈൽസൊക്കെ ഇട്ട് ഭംഗിയാക്കിയ, കുട്ടികളൊന്നും ചെരുപ്പ് ഉപയോഗിക്കാത്ത നല്ല ക്ലാസ് റൂം മുറികളുണ്ട് 3 എണ്ണം. അവിടെ ഫാൻ സൗകര്യങ്ങൾ, കറണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാക്കിയുള്ള റൂമുകൾ ഇപ്പോൾ ഈ പുതിയ SSIയുടെ ഫണ്ട് ഉപയോഗിച്ച് ഓരോന്ന് ചെയ്തു വരും. CD ലൈബ്രറി കണ്ടപ്പോൾ എനിക്ക് ഹെഡ് മാസ്റ്ററോട് സ്കറിയ മാഷിനോട് ചോദിക്കാനുള്ളത്, ഈ CD അവിടെ വാങ്ങിച്ചു വയ്ക്കുന്നതിൽ എന്തെങ്കിലും വിവേചനം ഉപയോഗിക്കുന്നുണ്ടോ? അതേ നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന CD-കളൊക്കെ വാങ്ങിക്കാറാണോ പതിവ്? SIT ഇറക്കിയിട്ടുള്ള മുഴുവൻ CD-കളും കൂടാതെ നമ്മളെ സഞ്ചാര CD-കൾ മുഴുവനും, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള CD-കളാണ്. പിന്നെ കൊച്ചു കുട്ടികൾക്കായിട്ട് കുറച്ച് പഞ്ചാടി അതുപോലുള്ള LP ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് വൈദേശിക CD-കൾ കണ്ടു. അതിലെല്ലാം മോശം എന്നല്ല, എങ്കിലും അതിൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തിന് ചേരാത്തത് വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. മുഴുവൻ പരിശോധിച്ചതിന് ശേഷമാണ്
ഏകദേശം മുഴുവൻ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൊരു ഇതാണിത്. ഏകദേശം 50,000 രൂപയുടെ CD-കളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഗെയിമുകളുടെ ഉദാഹരണം പറഞ്ഞാൽ ഈ അക്രമവാസന വളർത്തുന്ന അത്തരത്തിലുള്ള ഗെയിമുകൾ വല്ലതും CD ലൈബ്രറിയിലുണ്ടോ? അത് അധ്യാപകർ അതിനെക്കുറിച്ച് ബോധവാന്മാരാണോ? ഇല്ല, അങ്ങനത്തെ ഗെയിമുകളൊന്നും തന്നെ ഇല്ല. അങ്ങനത്തെ ഗെയിമുകളൊന്നും, അക്രമവാസന വളർത്തുന്ന ഗെയിമുകളൊന്നുമില്ല. പിന്നെ വളരെ ഞങ്ങൾ സ്കൂളിൽ മാത്രമാണ് അത് പ്രദർശിപ്പിക്കുക. അധ്യാപകരുടെ നേതൃത്വത്തിൽ മാത്രം LCD പ്രൊജക്ടർ വെച്ചിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള CD-കൾ ഇല്ലാത്ത രീതിയിൽ കുട്ടികളെ കാണിക്കുള്ളൂ. കുട്ടികൾക്ക് CD അവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നില്ല. നിഹാല, ആരാ നിങ്ങളുടെ സ്കൂളിലെ താരം? സ്കൂൾ ലീഡർ. എന്താ കാര്യം? എപ്പോഴും വന്നിങ്ങനെ സ്റ്റേജിലൊക്കെ നിൽക്കുന്നതുകൊണ്ടും അങ്ങനെയല്ല, തമാശയാണ്. തമാശയാണ് താരങ്ങളെ സൃഷ്ടിക്കുന്നത്. പിന്നെ ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിനി ആരാ സ്കൂളിലെ? കുറേ ആൾക്കാരുണ്ട്. പേരൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലേ? ഒരാളുടെ പേര് പറഞ്ഞു, TV കൂടെ കേൾക്കട്ടെ. നാഹിദ. ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാര്? നെസ്മൽ. ഏറ്റവും നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നത്? ഷാന. ഏറ്റവും നല്ല കായിക താരം? അതെനിക്ക് ഓർമ്മയില്ല. ശരി. എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നുന്നത് നിങ്ങളുടെ ആ ഗുളിക കവർ, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് അങ്ങനെ ഒരു ആവശ്യം തോന്നിയത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് അങ്ങനൊരു രീതി തിരഞ്ഞെടുത്തത്? ഈ സുനാമി ദുരിതം ഉണ്ടായ കാലത്ത് കുട്ടികൾ അങ്ങാടിയിലൂടെ പിരിവെടുത്ത് ഈ സുനാമി ബാധിതർക്കായി പണം സ്വരൂപിച്ച് അയച്ചിരുന്നു. 1111 രൂപ. അതിൽ നിന്നാണ് ഈ ഒരു സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ചിക്കൻ ഗുനിയ പിടിപെട്ട കാലത്ത് ഈ ആശുപത്രികളിൽ ഗുളിക കവറുകൾ ഇല്ലാതെ വരികയും അപ്പോൾ ഒരു 4-5 ഇനം ഗുളികകൾ ഒന്നിച്ച് ഒരു കവറിൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം, ഇതൊക്കെ ഇതിന് പ്രചോദനമായിട്ടുണ്ട്. ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ ഇത്രയും കുട്ടികളുള്ളപ്പോൾ അവർക്ക് ഒരു വൃത്തിയോട് കൂടിയിട്ട് 478 ആൺകുട്ടികളും അത്രയും പെൺകുട്ടികളുമുണ്ട്. മൂത്രപ്പുരയുടെ സൗകര്യമൊക്കെ എങ്ങനെയാണ്? പര്യാപ്തമാണ് എന്ന് പറയുന്നില്ല, എങ്കിലും അത്യാവശ്യം ഉണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം കൂടുതൽ മൂത്രപ്പുര കിട്ടാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഏജൻസികൾ തരുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്ഥല സൗകര്യത്തിൻ്റെ കുറവ് ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് സൗകര്യങ്ങളില്ല. ഇപ്പോൾ അപ്സ്റ്റെയറായിട്ട് മുകളിലത്തെ നിലകളിലേക്ക് ഇപ്പോൾ 2 തട്ടൊക്കെ ആയിട്ട് മൂത്രപ്പുര ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം. അതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സ്ഥിതിയുള്ളത്. ഈ മഴവെള്ള സംഭരണം അങ്ങനെ വല്ല പദ്ധതിയും? മഴവെള്ള സംഭരണി ഉണ്ട് അവിടെ. ഉണ്ട്. ശരി. ഇപ്പം നിങ്ങൾക്ക് 10,000 ലിറ്ററിൻ്റെ ഒരു മഴവെള്ള സംഭരണി ഉണ്ടല്ലേ? ഈ കളിക്കളം കുറവായതുകൊണ്ട് ഈ ചെസ് ക്ലബ്ബ് അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ് അങ്ങനെയുള്ള ആ സ്ഥല പരിമിതി ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്ന ചെറിയ കുട്ടികളാണ് ടേബിൾ ടെന്നീസ് ഒക്കെ കളിക്കാനുള്ളൊരു. അല്ല, ഈ ചെസ് ക്ലബ്ബൊക്കെ? ചെസ് ക്ലബ്ബ് ഉണ്ട്. ഞങ്ങൾ തന്നെയാണ് സബ് ജില്ലാ ചാമ്പ്യന്മാർ. ചെസ് ക്ലബ്ബ് ഉണ്ട്. അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ ഉണ്ട്, വോളിബോൾ ഉണ്ട്, പിന്നെ റിങ്, അതുപോലെയുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ള കളി. അടുത്തതായിട്ട് നിങ്ങളുടെ ഗ്രേഡ് അറിയാനുള്ള സമയമായി. ആദ്യമായിട്ട് RVG സർ. മാപ്പിള UP സ്കൂൾ എലൈറ്റിന് നമ്മുടെ ജൂറി പാനൽ നൽകിയിരിക്കുന്ന മാർക്ക് 81.6 ഔട്ട് ഓഫ് 100.